ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഫാമിലി ടീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ മട്ടൻ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നാടൻ രീതിയിൽ നമുക്ക് എങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു മട്ടൻ കറി ചിലർ കഴിക്കാത്തത് അതിൻ്റെ ഒരു മണവും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അധികം മണമൊന്നുമില്ലാതെ എന്നാൽ അതിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് 1.5 കിലോനോളം മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വലിയ പീസ് എല്ലിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പിനൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും നമുക്കത് കടിക്കാനൊന്നും പറ്റില്ല, പിന്നെ അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലധികമൊന്നും അങ്ങനെ വലിയ പീസൊന്നും ഇല്ല, അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുത്ത് നമ്മളത് 4-5 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പീസ് ഉണ്ടെങ്കിൽ ചെറുതാക്കി കൊടുക്കുകയായിരിക്കും നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി, അതുപോലെ കുരുമുളക്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതേ നമ്മുടെ മട്ടനിലേക്ക് നമ്മളിനി പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊടികൾ ഞാനൊരു 2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1.5 കിലോന് നമുക്ക് ഇത്രയും മതിയാവും. പിന്നെ ഒരു 1.5 സ്പൂണ്, വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂണാണ്, അതിന് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഈ ഒരു സ്പൂണിന് കണക്കാക്കി ഒരു 9 സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നമുക്ക് അത്യാവശ്യം വേണം, കറി രീതിയിലാണ് വെക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അധികം ആവാതെ ശ്രദ്ധിക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളകൊക്കെ ഒന്നിങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുരുമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു മണവും കാര്യങ്ങളൊന്നും അധികം നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇനി കുറച്ച് കറിവേപ്പിലിട്ടൊരു കുറച്ച് നേരം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാണ്ട് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അങ്ങനെ ഒരു കപ്പ് വെള്ളം, അധികം വേണ്ട, നമുക്ക് ആ ഒഴിച്ചതിൻ്റെ സൈഡിൽ കൂടെ ഒന്നാക്കിയിട്ട് എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അത്യാവശ്യം വെള്ളം നമ്മൾ മട്ടനിലുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ തിക്കായതുകൊണ്ട് കുറച്ച് വെള്ളം അടിയിൽ പോവാതെ നിൽക്കുന്നതാണ്. കൂടുതൽ വെള്ളമൊന്നുമില്ല, ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം വെള്ളമുള്ളൂ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ ഇത് നോൾട്ടയുടെ കുക്കറാണ്. ഞാനിതിലൊരു 5 വിസിലിൽ നമ്മളിത് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയാകുമ്പോഴേക്കും ഏതാണ്ട് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മട്ടൻ്റെ പ്രായത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ വേവ് കൂടും കുറയും ചെയ്യും. ചില കുക്കറിൽ 8 വിസിൽ വരെയൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ പകുതിയൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട, കാരണം കറിയിൽ തന്നെ അത്യാവശ്യം നെയ്യ് ഉണ്ടാകും. അപ്പോൾ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം. കുറച്ചധികം ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ളൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറവാണെങ്കിൽ മാത്രം. ഏതാണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട്, ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടൊരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടി ഒന്ന് വേവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇനി അത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഉള്ളിലേക്ക് എല്ലായിടത്തും രീതിക്ക് എത്തുന്ന രീതിയിൽ. പിന്നെ അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ മീൻസ് ആ ഉള്ളിലേക്കൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം അടച്ചൊരു 2-3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മളിത് ഏതാണ്ട് ഈ രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാനും അതുപോലെ തന്നെ ദോശയിലേക്കും ചപ്പാത്തിക്കും ഒക്കെ വളരെ സൂട്ടാണ്. നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.